ഈ തൊഴിൽ നശിച്ചു പോയി. ഇത് മാട്ടിന്റെ കൊമ്പാണ്. ഇന്ന് നമ്മൾ പോകുന്നത് കൈത്തറിയുടെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ബാലരാമപുരത്തേക്കാണ്. ബാലരാമപുരം ഒറ്റത്തെരുവ് അല്ലെങ്കിൽ സിംഗിൾ സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന ആ തെരുവിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ബാലരാമപുരത്ത് എത്തുമ്പോൾ ഒരുപാട് ഇടവഴികൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഒറ്റത്തെരുവ് എന്ന സ്ട്രീറ്റിലേക്കുള്ള എൻട്രൻസ് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അഗസ്ത്യസ്വാമി ക്ഷേത്രം എന്നൊരു ആർച്ച് അവിടെയുണ്ട്. അതിനകത്തൂടെയാണ് നമ്മൾ ഒറ്റത്തെരുവിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ ഒരുപാട് വസ്ത്രങ്ങൾ വിൽക്കുന്ന കടകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ദൂരത്തു നിന്ന് വരെ ആളുകൾ കൈത്തറി വസ്ത്രങ്ങൾ വാങ്ങാനായിട്ട് ഇവിടേക്ക് വരാറുണ്ട്. ഏറ്റവും കൂടുതൽ സെയിൽ ഇവിടെ നടക്കുന്നത് ഓണക്കാലത്താണ്. ഇവിടെ കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കാർ പാർക്കിംഗ് എവിടെയാണെന്ന് കണ്ടിട്ട് വരാം. ഈ വഴി നേരെ ചെന്ന് അവസാനിക്കുന്നത് അഗസ്ത്യസ്വാമി ക്ഷേത്രത്തിന് മുൻപിലായിട്ടാണ്. അവിടെ നിന്ന് നേരെ റൈറ്റിലേക്ക് തിരിഞ്ഞ് ഈ ക്ഷേത്രത്തിന്റെ ബാക്കിലൂടെ കറങ്ങിയാണ് നമ്മൾ കാർ പാർക്കിംഗിൽ എത്തുന്നത്. ഇവിടെ 4 പ്രധാന തെരുവുകളുണ്ട്. സിംഗിൾ സ്ട്രീറ്റ്, ഡബിൾ സ്ട്രീറ്റ്, വിനായകർ സ്ട്രീറ്റ്, ന്യൂ സ്ട്രീറ്റ് എന്നിവയാണ് ആ 4 തെരുവുകൾ. ഈ 4 തെരുവുകളുടെയും നടുവിലായിട്ടാണ് അഗസ്ത്യസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ 4 സ്ട്രീറ്റിനെയും ഒന്നിച്ച് പറയുന്നതാണ് ഷാലിയാർ തെരുവ്. ഈ പേര് വന്നതിന് ഒരു കാരണമുണ്ട്, അത് നമുക്ക് വഴിയെ പറയാം. നമ്മൾ വന്നത് സിംഗിൾ സ്ട്രീറ്റ് വഴിയാണ്. കാർ പാർക്കിങ്ങിനായിട്ട് പോകുന്നത് ന്യൂ സ്ട്രീറ്റിലേക്കാണ്. അങ്ങനെ നമ്മൾ കാർ പാർക്കിങ്ങിൽ എത്തി. ഇവിടെ കാണുന്ന ഓരോ വീടും നെയ്ത്തുകാരുടേതാണ്. ഈ വീടുകൾ അവരുടെ സംസ്കാരം, തൊഴിൽ, മതവിശ്വാസങ്ങൾ എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നു. പൊതുവായി ചുവരുകൾ പങ്കിടുന്നവയും ചതുരാകൃതിയിലുമുള്ള വീടുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ ഹാൻഡ്ലൂംസ് ഒക്കെ കാണുന്നതിന് മുമ്പായിട്ട് ഇത് നെയ്യുന്ന നെയ്ത്തുകാരെയും ഇവിടുത്തെ ചരിത്രവും പാരമ്പര്യവും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. കേരള കൈത്തറിയുടെ ഈറ്റില്ലം എന്നാണ് ബാലരാമപുരം അറിയപ്പെടുന്നത്. 2009 ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ബാലരാമപുരം കൈത്തറിക്ക് ലഭിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകളുടെ വസ്ത്ര പാരമ്പര്യങ്ങളുടെ കഥയാണ് ബാലരാമപുരത്തിന് പറയാനുള്ളത്. തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലേക്ക് തുണിത്തരങ്ങൾ നെയ്യാനായാണ് ഇവർ ഇവിടേക്ക് വന്നത്. കന്യാകുമാരിക്കും തിരുനെൽവേലിക്കും ഇടയ്ക്കുള്ള വള്ളിയൂരിൽ നിന്നും ശാലി ഗോത്രക്കാരെ ഇവിടേക്ക് എത്തിച്ചത് മഹാരാജാവ് ബാലരാമവർമ്മ തന്നെയായിരുന്നു. അങ്ങനെയാണ് ഈ തെരുവ് ഷാലിയാർ തെരുവ് എന്നറിയപ്പെട്ടു തുടങ്ങിയത്. ഷാലി ഗോത്രത്തിലെ കുറച്ച് കുടുംബങ്ങളെ നെയ്യാറ്റിൻകരയ്ക്കും തിരുവനന്തപുരത്തിനും ഇടയ്ക്കുള്ള അന്തിക്കാട്ടിലേക്ക് കുടിയേറ്റി. അവരോടൊപ്പം മണികർ, വെള്ളാളർ, മുസ്ലിംകർ, മുക്കുവർ എന്നീ 4 ജാതിക്കാരെ കൂടി കൊണ്ടുവന്ന് അഞ്ചുവന്ന തെരുവ് സ്ഥാപിച്ചു. 1860 ബാലരാമവർമ്മ മഹാരാജാവ് കൊട്ടാരത്തിലേക്ക് നല്ല നേർമയുള്ള തുണി നെയ്യാൻ കരുതി വള്ളിയൂരിൽ നിന്ന് വെടിവെച്ച് കൊണ്ടുവരാണ് ശാലികർ. ഇവിടെ ഒരു തെരുവുണ്ട്. 5 സമുദായത്തിനെ കൊണ്ടുവന്നു. 5 വർണ്ണ തെരുവ് എന്ന് പറഞ്ഞൊരു തെരുവുണ്ട്. അതിൽ ആ മെയിൻ ആള് ശാലികരാണ്. പിന്നെ വാണികർ, അതിലേക്ക് വേണ്ട പിറന്നോട്ടുള്ള 4 സമുദായം കൂടി, അങ്ങനെ 5 സമുദായങ്ങളെ കൊണ്ടുവന്നു. അങ്ങനത്തെ ഒരു തെരുവ് ഇവിടെ ഉണ്ട്. അപ്പുറത്ത് മാറിയ 5 വർണ്ണ തെരുവെന്ന് പറയും. അത് ഇപ്പോൾ ഈ തൊഴിൽ നശിച്ചു പോയി. ഇപ്പോൾ കൈത്തറി മേഖല ഇല്ലാതായി. പണ്ട് കൈത്തറിയുടെ ഈറ്റില്ലമായിരുന്നു ബാലരാമ. ഇപ്പം കൈത്തറിയുടെ ബോർഡേ ഉള്ളൂ മോളെ, സാധനമില്ല. ഇനി നമുക്ക് ഈ കൈത്തറി ഉൽപ്പന്നങ്ങളുടെ ഉൽപാദന രീതി എങ്ങനെയാണെന്നുള്ളത് കാണാം. അതിനായിട്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഊട് എന്താണ്, പാവ് എന്താണ് എന്നുള്ളത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ വെർട്ടിക്കൽ ലൈൻസ് അഥവാ ലംബരേഖകളെ പാവ് എന്നും ഹൊറിസോണ്ടൽ ലൈൻസ് അഥവാ തിരശ്ചീന രേഖകളെ ഊട് എന്നും പറയുന്നു. ഊടും പാവും ചേരുമ്പോഴാണ് ഒരു വസ്ത്രം ഉണ്ടാവുന്നത്. ഈ കാണുന്നതാണ് ഓടം. ഓടത്തിനകത്ത് ഊടിനെ ചുറ്റിയിരിക്കുന്നതിനെയാണ് തിരി എന്ന് പറയുന്നത്. ഇത് മാട്ടിന്റെ കൊമ്പാണ് കേട്ടോ. ഇത് നമ്മൾ ഇവിടെ വടവയും കവണിക്ക് ഇങ്ങനെ കത്തിരി സിസ്റ്റേഴ്സ് പോലെ 2 ഡിസൈൻ വരും. കത്തിരി പോലെ വരും. കുറി എന്നാണ് നമ്മളതിനെ കുറി എന്നാണ്. അതിൽ അതെടുക്കേണ്ട ഓടമാണ്, പ്രത്യേക ഓടമാണ്. ഇതുവരെ വരുന്നത് മനസ്സിലായ? അങ്ങനെ എടുക്കാനുള്ള ഓടമാണ് ഇത്. ഇത് വേയിലുള്ളതാണ്. മുളയുടെ ചെറുത് വേയാറ് കണ്ടിട്ടുണ്ടോ? വേയാണ്. ഇത് ചെയ്യാൻ ഇന്ന് ആളില്ല, ലേബർ തൊഴിലാളികളില്ല. ഇല്ലാതെ വന്നപ്പോഴാണ് ഇതാണ് ഇപ്പോഴും PVC പൈപ്പിലാണ് ഇപ്പം ചെയ്യുന്നത്. അതിൽ വളരെ അപൂർവം ഒരാൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് മുളയാണ്. ഈ അച്ചെന്ന് പറയുന്നത് മുളയാണ്. ഇതിപ്പോൾ അടുക്കാൻ വേണ്ടി ഒരാൾ മാത്രമാണ്. മനസ്സിലായോ? ഇത് അടുക്കി വെച്ചാലാണ് ഈ കസവ് നെയ്യുമ്പോൾ മേനി കിട്ടണമെങ്കിൽ ഈ അച്ചിൽ തന്നെ നേടണം. നെയ്താലും വിളുമ്പ് മേനി കാണാൻ നല്ല ഭംഗി, ഫിനിഷിങ് കാണും. മറ്റൊരാകുമ്പോൾ ഇത്രയും ഫിനിഷിങ് കിട്ടില്ല. കസവ് താരാണ് ഇത്. ഊടത്താര്, ഊടയ്ക്കുള്ളത്.
അത് നമ്മളിങ്ങനെ ചവിട്ടുമ്പോൾ അത് രണ്ടായി തരും. ഇത് രണ്ടായി തരും. അപ്പോൾ ഈ കുഴൽ പോവേണ്ട റൂട്ട് മനസ്സിലായോ? ഈ കുഴൽ പോവേണ്ട റൂട്ടാണ് അത് തരുന്നത്. ഇതിനെ പാവം എന്ന് പറയും. ഇത് ഊട്. ഊടും പാവും ചേർന്നാല് തുണിയാവും. അതിപ്പോ ഏത് തുണിയായാലും ഊടും പാവും വേണം. സ്വർണത്തിന് വില കൂടും തോറും പ്യുവർ കസവിന് വില കൂടും. പട്ട് നൂലില് വെള്ളി ബൈൻഡ് ചെയ്ത് സ്വർണ്ണ കിറ്റാണ്. ഇത് പട്ട് നൂല് തന്നെ. പട്ട് നൂലില് കോപ്ര ചെമ്പാണ് പ്ലേറ്റ്. അത് സ്വർണവും ഇത് ചെമ്പും രണ്ടും കാണാവുന്ന തന്നെ. ഇത് പാവം എന്ന് പറയണില്ലേ, അത് ഇതിലാണ് ചെയ്യുന്നത്. അതെ, ചെയ്തിട്ട് പാവം റാട്ടെന്ന് തന്നെ പറയും. അത് അളി എന്ന് പറയും. അത് കസവെന്ന് പറയും. കസവോട്ടം എന്ന് പറയുന്നത് ഇതിലാണ് പാവം ഓടുന്നതും ഇതില് തന്നെ. കളർ പാക്കാല്, കളർ ഷെഡിൽ കുഴിത്തെറിക്കുള്ള പാക്കാല് ഓടുന്നത് ഇതിലാണ്. പാവം ഓടുന്നത് ഇതില്, കസ ഓടുന്നത് ഇത്. ബാർഡറെല്ലാം രണ്ട് സൈഡിലുള്ള ബാർഡറിന് ചെയ്യണത് ഇതിലാണ്. അങ്ങനെയല്ല കൈജോലിയല്ലേ. അതെ. ഇത് ഭയങ്കരപ്പെട്ട ഒരു വർക്കല്ലേ, ചിന്തിക്കാൻ പറ്റൂല. എന്റെ പൊന്നെ എത്ര പ്രോസസ് ഉണ്ട്. നൂല് കൈ കറക്റ്റാ പോണം. എല്ലാം തെറ്റിയാ പോയി. ഇപ്പോൾ പിന്നെ ഇതെല്ലാം ഒരുപാട് ആൾക്കാർ ഈ തൊഴിൽ നിർത്തിയല്ലേ. അതെ, ഇതിന് 250 രൂപ കിട്ടും. ഇത് ചർക്ക. ഓടത്തിനകത്തുള്ള തിരി നിർമ്മിക്കുന്നത് ഇതിലാണ്. ഇത് തോരണം. ഇത് ചർക്ക. ചർക്ക എന്ന് പറഞ്ഞാൽ എല്ലാം സെറ്റോടെ ചേർന്നാണ്. ഇതിന് റാട്ടെന്ന് പറയും. റാട്ട ചർക്ക എന്ന് ഇതിനെ പറയാം. നേരത്തെ കണ്ട ചർക്കയ്ക്ക് പകരം ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇതാണ്. ഇതിൽ ഒരേ സമയത്ത് 10 എണ്ണം വരെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് കുഴിത്തറിയും ഇത് ഷട്ടിൽ തറിയുമാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന നൂല് അടച്ചു വെച്ചിട്ടുണ്ട്. താരെന്ന് പറയാം അതിനെ. ഇത് അച്ച്, ഇത് വിഴുത്, അത് പാവ്. ഈ ഷട്ടിൽ തറികളിൽ ഇവർ നെയ്യുന്നത് മുണ്ടുകളാണ്. ഒരു മുണ്ട് ചെയ്യാനായിട്ട് 6 മണിക്കൂറാണ് എടുക്കുന്നത്. ഒരു മുണ്ടിന് ഇവർക്ക് വെറും 250 രൂപയാണ് കിട്ടുന്നത്. ബാലരാമപുരം കൈത്തറിയുടെ ഒരു പ്രത്യേകതയാണ് അകവും പുറവും ഇല്ല എന്നുള്ളത്. എന്ന് വെച്ചാൽ തിരിച്ചും മറിച്ചും ധരിക്കാം എന്നർത്ഥം. പരമ്പരാഗതമായി നിർമ്മിച്ചെടുക്കുന്ന നിറവും പശയുമാണ് ബാലരാമപുരം കൈത്തറിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. അതിനാൽ തന്നെ കഴുകും തോറും ഇതിന്റെ ഗുണവും വെണ്മയും കൂടും എന്നുള്ളത് മറ്റൊരു പ്രത്യേകത. പവർലൂമിൽ നെയ്തെടുക്കുന്ന വസ്ത്രങ്ങളെക്കാൾ പരമ്പരാഗതമായി നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾ വർഷങ്ങളോളം നിലനിൽക്കും. സാരിയിലെ കസവിന്റെ വീതി നോക്കിയാണ് വില നിശ്ചയിക്കുന്നത്. നിരവധി നെയ്ത്തുശാലകൾ ഉണ്ടായിരുന്ന ഈ തെരുവിൽ ഇന്ന് 1-2 നെയ്ത്തുശാലകൾ മാത്രമാണ് ഉള്ളത്. ശമ്പളം കുറവായതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരും കുറവാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്നും കൈത്തറി വസ്ത്രങ്ങളെ സ്നേഹിക്കുന്നവർ ഇവിടേക്ക് വരാറുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.